ഹായ് ഹലോ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ 30 ദിവസത്തെ ഒരു സ്റ്റിച്ചിങ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനെ കൊണ്ടാണ് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മൾ ബാലൻസ് വരുന്ന കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, വെട്ടി മാറ്റിയ കഷ്ണങ്ങൾ, അതിപ്പോൾ ചുരിദാറാണോ ബ്ലൗസാണോ എന്താണോ സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൽ നിന്ന് ബാലൻസ് വരുന്ന കഷ്ണത്തിൽ നിന്ന് കുറച്ച് ഞാൻ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഒരു മല പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൺവെട്ടത്ത് വെക്കാൻ ഒരു കാരണമുണ്ട്. അങ്ങനെ വെച്ചാൽ മാത്രമേ അത് ഈ ഒരു വർക്കിന് വേണ്ടി ഞാൻ എടുക്കത്തുള്ളൂ. ഒരു കവറിലാക്കി ഭദ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നീളയായി പോകും. അതുകൊണ്ട് തന്നെ കൺവെട്ടത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് അതുകൊണ്ട് തന്നെ ആയില്ലേ. അപ്പോൾ ഇന്ന് മുതൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഡേ 1 എന്താണോ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ലേ, ഇന്നേ പോലെ ചെയ്ത് നോക്ക് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിങ്ങനെ പറയാണ് ഒരു ഹെയർ ബാൻഡ് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയാം. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ പൗച്ച് ചെയ്യാൻ പറ്റുമല്ലോ വേസ്റ്റ് തുണി കൊണ്ട്, പറ്റില്ലേ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എൻ്റെ 30 ദിവസം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ആ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് പരമാവധി തുണികൾ നമുക്ക് എടുക്കാനും പറ്റും. ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ വരില്ല. ഇതിനെക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഏണിങ്സും ഉണ്ടാക്കാം. സെയിൽ ചെയ്താൽ ഒരു പൈസയും കിട്ടത്തില്ലേ. അപ്പോൾ പിന്നെ സെയിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വെട്ട് കഷ്ണം എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അവരുടെ പെർമിഷൻ വേണം കേട്ടോ. അങ്ങനെ പെർമിഷൻ ഇല്ലാത്തവരുടെ തുണി കഷ്ണങ്ങൾ, ബാക്കി വെട്ട് കഷ്ണങ്ങൾ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കളയാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളത് പ്രശ്നങ്ങളില്ലാത്ത തുണികളാണ് കേട്ടോ. എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റുകളൊന്നും വരാത്ത കുറച്ച് വെട്ട് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഡേ 1 ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഹെയറിൽ മുടിയെ ഒന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് കയ്യിലും യൂസ് ചെയ്യാം കേട്ടോ. ഡ്രസ്സിന് മാച്ചായിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ കയ്യിലൊരു കുഞ്ഞു പാൻറ്റ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ ഡേ 2 വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരാം. അഭിപ്രായം പറയാൻ മറന്നു വരുത്. ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.